Binthee life. അസ്സലാമലൈക്കും. ഞാനിന്നൊരു ചിക്കൻ പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈസ്റ്റിൻ്റെ മിക്സ് കുറച്ചായിട്ട് മൈദയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. മൈദ നന്നായി കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ കൂടി ഈ മൈദേൻ്റെ മേലെ തടവി കൊടുത്തിട്ട് നന്നായിട്ട് അൺറാപ്പ് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി പിസ്സയിലേക്ക് വേണ്ടുന്ന 200 ഗ്രാം ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി പിസ്സ സോസ് ഉണ്ടാക്കാം. പാനിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് നേരം അടച്ചിട്ട് വേവിക്കുക. തക്കാളി ഞാൻ വേവിക്കുന്ന സമയത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതിൻ്റെ തൊലി കളയാൻ പറ്റും. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കുക. ഇനി സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി വഴന്ന് കഴിഞ്ഞാൽ അതിലേക്കൊരു ഇടത്തരം ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റി കൊടുക്കുക. നേരത്തെ വേവിച്ച തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ തക്കാളി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ള പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാൽ ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്തിട്ട് സോസ് മാറ്റി വെക്കുക. ആറ് മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് കുറച്ചുകൂടി ഓയിൽ തടവി ഒരു 10 മിനിറ്റ് നേരം കൂടി മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ പിസ്സേൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ചിക്കനും സോസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 തരം ക്യാപ്സിക്കം, ഉള്ളി, ചീസ്, പിന്നെ 2 തരം ഒലീവ്സ്. നിങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഞാനിതൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് പിസ്സ ഉണ്ടാക്കുന്നത്. അതിലാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആദ്യം ഈ മോൾഡിൽ ഓയിൽ തടവി കൊടുത്തിട്ട് ഇതിൻ്റെ ബേസിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 5 മിനിറ്റ് മുമ്പേ 125 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം സോസ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചീസും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10-12 മിനിറ്റ് നേരം എടുത്തിട്ടുണ്ട് പിസ്സ റെഡിയാവാൻ. പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്നും മാറ്റാം. ഇതിൻ്റെ അടിഭാഗം നല്ല ക്രിസ്പിയും മേലെ ഭാഗം നല്ല സോഫ്റ്റുമാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.